ഇവിടെ അനൂപ്, പിരായിരിലെ ഇപ്പോൾ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ടാണ്. പിരായിരി പഞ്ചായത്ത് അവിടുത്തെ UDFന് വലിയ പ്രതീക്ഷയുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ 2021 ഇ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ കിട്ടിയ 6000-ൽ പരം വോട്ടിൻ്റെ ലീഡാണ് ഇ ശ്രീധരനെ തോൽപ്പിക്കുന്നതിൽ ഷാഫിക്ക് മുതൽക്കൂട്ടായി മാറിയത്. നഗരസഭയിൽ 6000-ൽ പരമായിരുന്നു ഇ ശ്രീധരൻ്റെ ലീഡ്. അതിനെ ടാലി ചെയ്ത് മറികടന്നു പോകുന്നതിന് വലിയ സംഭാവന നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ അവിടെ ഉണ്ടായിട്ടുള്ള പോളിങ്ങിലെ കുറവ്, അതുപോലെ തന്നെ ഇടതു വോട്ടുകൾ 2021 അധികമായി ഇപ്പോൾ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവരുടെ പ്രചാരണത്തിലൂടെ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ തന്നെ ഇടതുപക്ഷത്തേക്ക് കൂടി സരിനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ പിരായിരി നിങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നില്ല? ഇപ്പോൾ പരസ്യമായി പറയുമ്പോൾ അതുണ്ടാവില്ല എന്നറിയാം, പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിനെ ഏത് നിലയിലാണ് വസ്തുനിഷ്ഠമായി യുക്തിസഹമായി അനൂപിന് മറികടക്കാനാവുക? പിരായിരിയിൽ ഈ പറയുന്നത്ര വലിയ കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവിടെ നിന്ന് പറയുന്നത് അത്ര വലിയൊരു കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിന് കിട്ടേണ്ട എല്ലാ വോട്ടുകളും പോൾ ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. തീർച്ചയായും ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭയാണല്ലോ ഇവിടെ BJPയുടെ ഏറ്റവും വലിയ ശക്തിയായി പറയുന്നത്. നഗരസഭയിൽ പോലും പാലക്കാട് നഗരസഭ BJPക്കാണ് എന്ന് പറയുമ്പോഴും അവിടെ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് മുൻതൂക്കമുള്ള ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ വൻതോതിൽ വോട്ടിംഗ് ശതമാനം ഉയരുകയും എല്ലാ വോട്ടുകളും കോൺഗ്രസ് പോൾ ചെയ്യിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ മത്സരിപ്പിക്കുമ്പോൾ പോലും അങ്ങനെ കാര്യമായി പ്രവർത്തനമൊന്നുമില്ലാതെ ബൂത്തിൽ ഏജന്റ് പോലെ ഇരിക്കാൻ സാധ്യമല്ലാതിരുന്ന പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും പ്രവർത്തനം നടത്തുകയും അങ്ങനെ വോട്ടർമാരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കൃത്യമായ വിലയിരുത്തൽ. അത് പറയുമ്പോഴും നഗരസഭയെ സംബന്ധിച്ച് ഏത് നിലയ്ക്കത് പറയാനാകും? ഇപ്പോൾ വന്നിട്ടുള്ള പോളിംഗ് ശതമാനത്തിലെ കുറവ് BJPക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയാൻ കഴിയും. മൂത്തോന്തറയിലൊക്കെ അവർക്ക് ചില ബൂത്തുകളിലൊക്കെ 82% വോട്ട് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ സ്വാധീനം ഉള്ള മേഖലകളിൽ. എന്നാൽ അതേസമയം തന്നെ ലീഡ് നേടിയ പല ബൂത്തുകളിലും ഇത്തവണ പോളിംഗ് നഗരത്തിൽ കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവിടെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം വന്നു. അവിടെ 2021 ശക്തമായ വിധത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ഇടതുപക്ഷവും രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായ സാഹചര്യത്തിൽ നമുക്ക് കുറേ കൂടി വസ്തുനിഷ്ഠമായി സംസാരിക്കാവുന്നത് കൂടിയാണ്. അവകാശവാദങ്ങൾക്ക് വലിയ കഥയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അനുപ് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അങ്ങനെ ആ ഒരു നഗരസഭയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടി നോക്കിയാൽ എവിടെ, മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ ഷാഫിയല്ല മത്സരിക്കുന്നത്, രാഹുലാണ് മത്സരിക്കുന്നത്. ഷാഫിയോട് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക താല്പര്യം ഷാഫിക്ക് വേണ്ടി രാഹുലിൻ്റെ കാര്യത്തിൽ നഗരത്തിന് അത്രമേലുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ അവിടെ മാത്രമല്ല, അപ്പുറത്ത് കൃഷ്ണകുമാറിനെ നോക്കൂ. കൃഷ്ണകുമാർ ആ നഗരത്തിന് കുറേ കൂടി പരിചിതനായ ആളാണ്. അപ്പുറത്ത് സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, സിവിൽ സർവീസ് പശ്ചാത്തലം, ഈ ശ്രീധരന് കിട്ടിയ ആ ഒരു സ്വീകാര്യതയുടെ ഒരു എലമെൻറ്റ്, ഒരു ഫാക്ടർ ഒരുപക്ഷെ സരിനും കിട്ടിയേക്കാം. അങ്ങനെയുള്ളൊരു നഗര മേഖലയിലേക്ക് എങ്ങനെയാണ് അധികമായി UDFന് കടന്നു വരാനാവുക എന്നൊരു ചോദ്യം കൂടിയില്ലേ? മറുഭാഗത്ത് പിരായിരി പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ പ്രതീക്ഷകളൊക്കെ പറഞ്ഞു, പക്ഷേ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അവിടെയും ശക്തമായി ഇടതുപക്ഷം വന്നിട്ടുണ്ട്. ഇടതു വോട്ടുകൾ 21 സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി ഇടതുപക്ഷത്തേക്ക് പോകാം എന്ന സാഹചര്യം പിരായിരിയിൽ നിൽക്കുമ്പോൾ നഗരത്തിൽ നിങ്ങൾക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധമുള്ള ശക്തമായ ഒരു പ്രതിരോധം അത് BJPയുടെ ഭാഗത്തു നിന്നാവട്ടെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാവട്ടെ നഗരത്തിലും വന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തുടക്കത്തിൽ സൃഷ്ടിക്കാൻ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ അന്ന് കോൺഗ്രസ് ഡിഫൻസിലാകുന്ന തരത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ സരിൻ ഉന്നയിക്കുകയും അതിന് കോൺഗ്രസ് മറുപടി പറയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യ ഭാഗം. പക്ഷെ അവസാന പകുതിയിൽ എത്തുമ്പോഴേക്കും ആളുകൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി BJP ജയിക്കാതിരിക്കണമെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, അത് സ്വാഭാവികമായും കോൺഗ്രസിനാണ് എന്നുള്ള തിരിച്ചറിവ് പോളിംഗിൻ്റെ തലേ ദിവസവും പോളിംഗ് ദിവസവും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉറച്ച വിശ്വാസം. പ്രത്യേകിച്ചും
കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച്, ഒരു ശരാശരി സെക്യുലർ വോട്ടറെ സംബന്ധിച്ച് BJP വരാതിരിക്കുക എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നതിനേക്കാൾ സ്വാഭാവികമായും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവിടെ ചിഹ്നം പോലും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി ചെയ്യുന്ന അനൂപ് പറഞ്ഞു വെക്കുന്ന ഒരു ഘടകം 2021 ഈ BJP പേടിയാണ് UDF വലിയ തോതിൽ അവിടെ മുതൽക്കൂട്ടാക്കി മാറ്റിയത്, വോട്ട് സമാഹരിക്കുന്നതിന് സഹായകരമായി മാറിയിട്ടുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. BJP ശ്രീധരൻ ജയിക്കരുത് എന്ന് പറയുന്ന, അല്ലെ BJP ജയിക്കുമെന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഇവിടെ 24-ൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതേ മട്ടിൽ തന്നെ, അതേ കാർഡ് ഇറക്കി കളിച്ചാൽ അതേ മട്ടിൽ തന്നെ ഇടതനുഭാവ വോട്ടുകൾ ഇക്കുറിയും തങ്ങൾക്കൊപ്പം വരും എന്ന് പറയുന്ന ഒരു പഴയ കണക്കുകൂട്ടലല്ലേ ഇത്തവണ 21-ൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമോ സ്ഥാനാർത്ഥിത്വമോ ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഇടതു വോട്ടർമാരുടെ ആത്മവിശ്വാസമോ മറ്റൊന്നായിരുന്നില്ല. അപ്പോൾ അനൂപ് പറഞ്ഞ ലെവലിൽ അത് ഹിറ്റ് ചെയ്യുമോ 21-ലെ പോലെ 24-ൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് ഇവിടെ കോൺഗ്രസ്സിന് നേരെ സ്ഥിരമായി നടത്തി വന്ന വിമർശനങ്ങളുമൊക്കെ അങ്ങനെ CPM കൂടി മത്സര രംഗത്തുണ്ട് കഴിഞ്ഞ തവണത്തെ പ്രമോദിൻ്റെ സ്ഥാനാർത്ഥി അപേക്ഷിച്ചെന്ന് പ്രതീതി തുടക്കത്തിലുണ്ടാക്കാൻ LDF കേന്ദ്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവസാനമാകുമ്പോഴേക്കും ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ആളുകൾ എത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നാളെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഇതിൽ തർക്കമില്ല, ഇന്നത്തെ ചർച്ചയ്ക്ക് തർക്കമില്ല. നമ്മൾ ഇത് കാണുന്ന ഞാൻ 3 പേരോടും എനിക്ക് പറയാനുള്ളത്, 3 പേർ നമ്മളിപ്പോൾ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിലൊക്കെ ചോദിക്കുക എന്താകും റിസൾട്ട് എന്താകും എന്ന് പറയുന്ന ആളുകളുടെ ഒരു ആകാംക്ഷയുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനം പോളിംഗ് ആണ്, പോളിങ്ങിലെ പെർസെൻറ്റേജ് ആണ്, അതിൽ വന്ന ഓരോ പ്രദേശത്തെ സംബന്ധിച്ച ഇതുവരെ വന്നിട്ടുള്ള കണക്കൂട്ടലാണ്, അതിൽ നിങ്ങൾ മുന്നണികൾ എങ്ങനെ കാണുന്നു എന്നൊക്കെ പറയാനുള്ള ആളുകളുടെ ഒരു താല്പര്യത്തെ മാത്രമാണ് ഇന്ന് നമ്മൾ ഈ രാത്രിക്ക് ഈ കണക്കൂട്ടലിൻ്റെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ സ്പേസ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ. നാളെ ഇതിന് യാതൊരു തരത്തിലും മുന്നോട്ട് പോക്കുണ്ടാകാത്തൊരു ചർച്ചയാണെന്നുള്ള നല്ല ധാരണയോടെയാണ് അനൂപ് നിങ്ങൾ 3 പേരും ഞാനും തമ്മിൽ സംസാരിക്കുന്നത്.